യാസർ അറാഫത്ത് നയിച്ച പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ ഇല്ലാതാക്കാൻ ഹമാസിനെ വളർത്തിയ ഇസ്രായേൽ. പിന്നെ ഹമാസ് എങ്ങനെ ഇസ്രായേലിന്റെ കൊടിയ ശത്രുവായി? 1948 1973 ഇടയിലുണ്ടായ 4 യുദ്ധങ്ങൾ ഇസ്രായേലും മറ്റ് അറബ് രാജ്യങ്ങളും തമ്മിലായിരുന്നു. ഇപ്പോൾ ഹമാസുമായാണ് ഇസ്രായേലിന്റെ യുദ്ധം. പലസ്തീനിൽ ഹമാസ് വളർന്ന ചരിത്രം നോക്കാം. ഈജിപ്തിൽ ഹസൻ അൽ ബന്ന രൂപം കൊടുത്ത മുസ്ലിം ബ്രദർഹുഡ് 1930 തൊട്ടടുത്ത പലസ്തീനിലേക്കും വളർന്നു. പലസ്തീനിലെ മുസ്ലിം വിഭാഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് സഹോദരൻ റഹ്മാനെ തന്നെ ഹസൻ അൽ ബന്ന അവിടേക്ക് അയച്ചു. മുസ്ലിം ബ്രദർഹുഡ് പലസ്തീനിൽ വ്യാപിച്ചു. പലസ്തീൻ പ്രദേശത്ത് ഇസ്രായേൽ രാഷ്ട്രമായി പ്രഖ്യാപിച്ച ശേഷവും ഇസ്രായേൽ അധിനിവേശം തുടർന്നുകൊണ്ടേയിരുന്നു. അറബ് ലീഗിന്റെ നേതൃത്വത്തിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ രൂപീകരിച്ച ശേഷമാണ് ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തിന് ഏകീകൃത രൂപമായത്. 1967 യുദ്ധത്തിൽ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ഗാസയും ഇസ്രായേൽ പിടിച്ചെടുത്തതോടെ PLO ഗറില്ല പോരാട്ടത്തിനിറങ്ങി. യാസർ അറാഫത്ത് PLOയുടെ ചുമതലയേറ്റതു മുതൽ ലോകരാജ്യങ്ങളുമായി പലസ്തീന്റെ സൗഹൃദവും വളർന്നു. എന്നാൽ ഈ സമയത്തെല്ലാം മുസ്ലിം ബ്രദർഹുഡ് പലസ്തീന്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ നിന്ന് അകന്നു നിന്നു. അവരുടെ നേതൃത്വം PLOയുടെ മതേതര ദേശീയ നിലപാടിനെ വിമർശിച്ചുകൊണ്ടിരുന്നു. അതേ കാലത്താണ് പലസ്തീനിലെ മുസ്ലിം ബ്രദർഹുഡുമായി ഇസ്രായേൽ രഹസ്യബന്ധം സ്ഥാപിക്കുന്നത്. പലസ്തീനിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ ആത്മീയ നേതാവ് ഷെയ്ഖ് അഹമ്മദ് യാസീൻ ആയിരുന്നു. യാസീൻ രൂപീകരിച്ച ഇസ്ലാമിക് സെന്ററിനെ ഇസ്രായേൽ അംഗീകരിച്ചു. PLOയെ ദുർബലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ഇസ്ലാമിക് സെന്ററിലേക്ക് ഇസ്രായേൽ ഫണ്ടുകൾ എത്തി. പള്ളികളും ഗാസയിലെ ഇസ്ലാമിക് സർവകലാശാല ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങിയത് ഇസ്രായേൽ സഹായത്തോടെയാണ്. അന്ന് സ്ഥാപിച്ച ഇസ്ലാമിക് സർവകലാശാല ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ബോംബിട്ട് തകർത്ത ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയം നിശ്ചയിച്ച കാലം. ഇസ്ലാം പണ്ഡിതർ ഇറാനിൽ നേടിയ രാഷ്ട്രീയ വിജയം ഇസ്ലാമിസ്റ്റ് സംഘടനകളെ പ്രചോദിതരാക്കി. എന്നാൽ 1980കളുടെ തുടക്കത്തിൽ പലസ്തീനിനുള്ളിൽ മതേതര നിലപാട് പുലർത്തിയ PLO മാത്രമായിരുന്നു ഇസ്ലാമിക് സെന്ററിന്റെ ശത്രു. അപ്പോഴും ഇസ്രായേലുമായി തർക്കമുണ്ടായിരുന്നില്ല. ഇസ്രായേലിനെതിരെ PLOയുടെ ആദ്യ ജനകീയ പ്രക്ഷോഭം രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഭാഗമാകാനുള്ള അവസരമായി ഇസ്ലാമിക് സെന്ററിന്. പലസ്തീനിൽ ഭരണ തലപ്പത്ത് എത്തുകയായിരുന്നു ലക്ഷ്യം. വൈകാതെ അഹമ്മദ് യാസീൻ ഹമാസ് രൂപീകരണം പ്രഖ്യാപിച്ചു. ഹമാസിന്റെ ശത്രുപക്ഷത്ത് ഇസ്രായേലായി. അക്കാലത്ത് ഹമാസിൽ ചേർന്ന മുഹമ്മദ് ഡെയ്ഫാണ് ഇസ്രായേലിനെതിരായ ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ സൂത്രധാരൻ. ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ആദ്യ ആക്രമണം 2 ഇസ്രായേൽ സൈനികരെ തട്ടിയെടുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അഹമ്മദ് യാസീൻ ഇസ്രായേലിന്റെ തടവിലായി. 10 വർഷത്തിന് ശേഷം 2 മൊസാദ് ഏജന്റുമാരെ വിട്ടയച്ചതിന് പകരമായാണ് യാസീനെ ഇസ്രായേൽ മോചിപ്പിച്ചത്. പലസ്തീൻ പ്രശ്നപരിഹാരത്തിന് അമേരിക്കൻ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഓസ്ലോ കരാറിന് ശേഷം PLO സായുധ മാർഗം ഉപേക്ഷിച്ചു. അത് ഹമാസിന്റെ വളർച്ചയ്ക്കാണ് വഴിവെച്ചത്. ഗാസ നഗരത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ യാസീൻ കൊല്ലപ്പെട്ടു. സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം ഇല്ലാതാക്കാൻ അഫ്ഗാനിലെ മുജാഹിദീൻ പോരാളികളെ വളർത്തിയ അമേരിക്കയോട് ഇസ്രായേലിനെ താരതമ്യപ്പെടുത്താറുണ്ട്. എന്നാൽ മുജാഹിദീൻ പോരാളികളിൽ നിന്ന് ലോകത്തിന് മുഴുവൻ ഭീഷണിയായ താലിബാൻ പിറവിയെടുത്തു. ഹമാസ് ആകട്ടെ പലസ്തീനിനുള്ളിൽ ഇസ്രായേൽ വിരുദ്ധതയുടെ കേന്ദ്രമായി.